ഹായ്. നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ SBIയുടെ ക്ലർക്കിന്റെ എക്സാംസിലും പിഒയുടെ എക്സാംസിലും ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ലൈക്ക് ഒരു ലാസ്റ്റ് 3 to 5 ഇയേഴ്സിന്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയായിരുന്നു. സോ ആ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആവുന്ന കുറച്ച് പാറ്റേൺസ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിയായിരുന്നു. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതുവഴി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പാറ്റേൺസ് എന്തൊക്കെയാണ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആവുന്ന ചില ഫോർമാറ്റ്സ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ സെഷൻസ് കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ സെഷൻസ് നമുക്ക് ഈ ഒരു അവിടെ ചാനലിൽ ചെന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു SBIയുടെ എക്സാമിന്റെ ലാസ്റ്റ് ഒരു 30 to 40 ഡേയ്സ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകണം, ലൈക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞവർ എങ്ങനെ ആണ് ഇനിയുള്ള 30 to 40 ഡേയ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോയും പ്ലസ് നമ്മുടെ ആ ഒരു SBIയുടെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെയാണ് ട്രാക്ക് കീപ്പ് ചെയ്യേണ്ടത്, ലൈക്ക് നമ്മുടെ ഇമ്പ്രൂവ്മെന്റിന്റെ അതിൻ്റെ ഒരു ട്രാക്കറും അടക്കം എല്ലാം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മുടെ ആ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനലിൽ ചെന്ന് അവിടുന്ന് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു സിംപ്ലിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് വരാതിരിക്കുന്ന SBIയുടെ എക്സാംസിന് വേണ്ടി. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സോ 75% ഓഫ് 500 പ്ലസ് 40% ഓഫ് 650 ഈക്വൽ ടു. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസർ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ തന്നെ നമ്മൾ ആദ്യം തന്നെ പെർസെൻറ്റേജും 2 സീറോസും ക്യാൻസൽ ആകും. സോ 75 into 5 എന്ന് പറയുമ്പോൾ നമ്മുടെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 75യുടെ ഹാഫ് എന്ന് പറയുന്നത് 37.5 ആണ്. സോ നമുക്ക് അതിനെ ഡയറക്ട്ലി 375 എന്ന് എടുക്കാം. അതായിരിക്കും നമ്മുടെ 75 into 5 എന്ന് പറയുന്നത്. പ്ലസ് 40% ഓഫ് 650 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജും 2 സീറോസും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 4 into 65. അപ്പോൾ 4 into 65 എന്ന് പറയുമ്പോൾ 4 into 60 240, 4 into 5 20. അപ്പോൾ 240ഉം 20ഉം 260 എന്ന് വരും. ഇനി നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ വരും. സോ നമുക്ക് ഇവിടെ നമുക്ക് ഓപ്ഷന്റെ അവസാനം 5 ആണ് വരാൻ പോകുന്നത് എന്നറിയാം. സോ ഈ രണ്ട് ഓപ്ഷൻസ് എന്തായാലും വരത്തില്ല. ഇനി നമുക്ക് ആൻസറിന്റെ റേഞ്ച് നോക്കിയാലും 625, 635, 645 എന്നാണ് കൊടുത്തേക്കുന്നത്. സോ എഗെയിൻ അവിടെ നിന്ന് അത് എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി ആ ഒരു 75ഉം 60യും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 60യും നമ്മൾ 75 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കത് 135 എന്ന് വരും. സോ ആ ഒരു 300ഉം 200 കൂടി ആഡ് ചെയ്യുമ്പോൾ 500ഉം ആ 135 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 635 എന്നായിരിക്കും ആൻസർ വരുന്നത്. സോ നമുക്ക് ആ 35 കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത് വെച്ച് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ നമ്മുടെ ഈ 75 പ്ലസ് 65 നമ്മൾ ചെയ്യുമ്പോൾ 135 എന്നാണ് വരുന്നത്. സോ ലാസ്റ്റ് 2 ഡിജിറ്റ് 35 ആയിരിക്കും. അത് വെച്ച് നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റും, നമ്മൾ നേരത്തെ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മൾ ആൻസർ എടുക്കുന്നത്. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യല് ആ ഒരു 0 ക്യാൻസൽ ചെയ്യുന്നത് നമുക്ക് മൈൻഡിൽ ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ ഒരു രീതിയിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു എഴുതിക്കുന്ന സ്റ്റെപ്പിനെ പേപ്പറിലേക്ക് എടുത്തതിന് ശേഷം അവിടെ നമുക്ക് സോൾവ് ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 18 മൈനസ് സംതിങ് പ്ലസ് 19 പ്ലസ് 11ന്റെ സ്ക്വയർ ഈക്വൽ ടു 121 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 18 മൈനസ് എക്സ് പ്ലസ് 19 പ്ലസ് 11ന്റെ സ്ക്വയർ 121 ഈക്വൽ ടു 120. സോ ആദ്യം തന്നെ നമുക്ക് ഈ 120യും 121 കൂടി നമുക്ക് ഈ ഒരു 120 ഇപ്പുറത്ത് ഒന്ന് മൈനസ് ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 120യും ഇവിടുന്ന് ഈ 121 മൈനസ് ചെയ്ത് നമുക്കിവിടെ എക്സ്ട്രാ 1 എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 18 പ്ലസ് 19 പ്ലസ് 1 ഉണ്ട്. അപ്പം 19 പ്ലസ് 1 20യും 20 പ്ലസ് 18 നമുക്ക് 38 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്, ആ എക്സ് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എക്സ് ഈക്വൽ ടു നമുക്ക് 38 എന്ന ആൻസർ വരും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ എ 38 ആണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പെട്ടെന്ന് ആൻസർ വന്നു. 18 പ്ലസ് 19 പ്ലസ് 1 38 ആൻഡ് മൈനസ് എക്സ് നമുക്ക് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. അഗെയിൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് നമ്മുടെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ 40% ഓഫ് 180 പ്ലസ് 70% ഓഫ് സംതിങ് ഈസ് ഈക്വൽ ടു 121 എന്നാണ്. സോ നമുക്ക് അതും ഒന്ന് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യുക, 2 സീറോ ക്യാൻസൽ ചെയ്യുക, 4 into 18 നമുക്കത് 72 എന്ന് വരും. പ്ലസ് 70%, അപ്പോൾ നമുക്ക് 70%നെ നമുക്ക് 7/10 എന്നങ്ങ് എടുക്കാം. സോ 7/10 ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഭവം ഈക്വൽ ടു 121. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഇത് ഇപ്പുറത്ത് ഒന്ന് മൈനസ് ചെയ്തതിനു ശേഷം ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 72 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന ആ 121ൽ നിന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 7x/10 ഈക്വൽ ടു നമുക്ക് 121 മൈനസ് 72. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 28 വരുന്നുണ്ട്. ആൻഡ് ആ 28നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ അത് ഇവിടുന്ന് ഓക്കെ നമുക്ക് ഇവിടുന്ന് 28ഉം സിമ്പിൾ ആയിട്ട് 121 നമ്മൾ 72 എന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു 28ഉം ഇവിടുന്ന് ഒരു 21ഉം 28ഉം 21 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്, 49 എന്ന് വരുന്നുണ്ട്. അത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 7ഉം 49ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് 7 വരും. ആൻഡ് ഈ 0 നമുക്ക് ഇങ്ങോട്ടേക്ക് ക്രോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 7 into 10 നമുക്ക് 70 എന്ന് വരും.
അപ്പോൾ നമുക്കവിടെ 2 സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ 2 സ്റ്റെപ്സ് ആണ് നമുക്ക് വന്നേക്കുന്നത് ആൻസറിലേക്ക്. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചധികം ലെന്തി ആയിട്ടുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കുറച്ചധികം സ്റ്റെപ്സ് വരാൻ മേ ബി ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ഓപ്ഷന്റെ അവസാനത്തെ ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 3 6ഉം 1 7 1 0 ആണ് തന്നേക്കുന്നത്. സോ നമുക്ക് അതും ട്രൈ ചെയ്യാം. പക്ഷേ ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ 36 ഇൻറ്റു 9. അപ്പോൾ 36 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 324 എന്ന് വരും. പ്ലസ് നമുക്ക് അടുത്ത് 4 ഇൻറ്റു 3 നമുക്ക് 12 എന്ന് വരും. മൈനസ് 70 ഇൻറ്റു 4. അപ്പോൾ 7 ഇൻറ്റു 4 28, 280 എന്ന് വരും. പ്ലസ് നമുക്ക് ആ ഒരു 144 ഡിവൈഡ് ബൈ 24. 144 ഡിവൈഡ് ബൈ 24 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും? 6 എന്ന് വരും. സോ അത് നമുക്ക് 6 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് ഇനി എന്തോ ഉണ്ട്? സംതിങ് ഡിവൈഡ് ബൈ 48 എന്നുണ്ട്. സോ സംതിങ് ഡിവൈഡഡ് ബൈ 48. ഇത്രയൊക്കെ അല്ലേ? ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൈനസ് ചെയ്ത് 48 ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ വരും. സോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൈനസ് ചെയ്തെടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ 300 നിന്ന് നമ്മൾ ഈ 200 മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് റിമൈനിങ് ഒരു 100 വരും. സോ നമുക്കത് 1 ഇവിടെ താഴേക്ക് വെക്കാം. ഇനി നമുക്കിവിടെ ബാക്കിയുള്ള എന്താ മൈനസ് ചെയ്യാനുള്ളത് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരു -80 ആണ് മൈനസ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 128 ഉണ്ട്, 124 ഉണ്ട്. അപ്പോൾ നമുക്ക് ആ 24 ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു 100 നിന്ന് ആ 80 മൈനസ് ചെയ്താൽ ബാക്കി എത്ര വരും? നമുക്ക് 20 വരും. സോ അങ്ങനെയാണെങ്കിൽ ആ 20യും നമുക്കവിടെ ബാക്കി അവിടെയുള്ള 24ഉം ആൻഡ് പിന്നെ നമുക്ക് ഇവിടെയുള്ള 12ഉം ആൻഡ് നമുക്ക് ഇവിടെയുള്ള 6ഉം ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ആ 48ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20, 30, 40 ആൻഡ് ദെൻ 50, 60, 62 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 62 ഈക്വൽ ടു എക്സ് ബൈ 48 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 62 ഇൻറ്റു 48 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ 62 ഇൻറ്റു 48. ഒരു കാര്യം മനസ്സിലായി, 2 ഇൻറ്റു 8 16, അവസാനം 6 വരുന്നതാണ് ഓപ്ഷൻ. സോ നമുക്ക് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഇനി ഈ 3 ഓപ്ഷനിൽ ഏതോ ഒന്നാണ് ആൻസർ. സോ നമുക്കത് 2900, 2800, 2700 എന്നൊരു ആംഗിളിലാണ് കൊടുത്തേക്കുന്നത്. സോ ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് 62 ആൻഡ് 48 നമുക്ക് വേണമെങ്കിൽ 62 ഇൻറ്റു 50 ചെയ്തിട്ട് അതിൽ നിന്ന് 62യുടെ ഡബിൾ മൈനസ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 48നെ നമുക്ക് എന്തെന്ന് വിചാരിക്കാം? 50 മൈനസ് 2 എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാം. അങ്ങനെ 62 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 62യുടെ പകുതി എടുത്ത് നമുക്ക് എത്ര വരും? 31 ആൻഡ് നമുക്ക് 2 0 വരും. മൈനസ് ഇനി ആദ്യം നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? ഈ 62യുടെ ഡബിൾ എത്ര വരും? 124 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 0 നിന്ന് 24 മൈനസ് ചെയ്താൽ 76 ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഗെയിൻ ഒരു ഓപ്ഷൻ കൂടി എലിമിനേറ്റ് ആയി. ഇനി 7900 ആണോ 2900 ആണോ 2800 ആണോ എന്നുള്ളത് ഉറപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ആ ഒരു നമ്മളിവിടെ ആ 100 നിന്നാണ് 24 മൈനസ് ചെയ്തത്. സോ ഇനി അവിടെ 30 ഉണ്ട്. 30 നിന്ന് ഒരു 1 കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എത്ര വരും? 29 വരും. സോ 2976 നമ്മുടെ ആൻസർ വരും. അപ്പോൾ അതൊരു കുറച്ച് വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു. പിന്നെ നമുക്കത് സ്റ്റെപ്സ് ക്ലിയർ ആകാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടി ലെന്തി ആയിട്ട് എഴുതിയത്. സോ ഓപ്ഷൻ നമുക്ക് ഏത് വരും? ഓപ്ഷൻ സി 2976 ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ അഗൈൻ നമുക്ക് അവിടെ ഒരു 3 സ്റ്റെപ്സ് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ആൻസർ എടുക്കാൻ പറ്റും നമ്മൾ മൈൻഡ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഒരു 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 2 സ്റ്റെപ്സിൻ്റെ അകത്ത് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ അഗൈൻ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും അവിടെ. നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 250 ഇൻറ്റു 24 ഡിവൈഡ് ബൈ 12. 24 ഡിവൈഡ് ബൈ 12 ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ അവിടെ നമുക്ക് 2 എന്ന് വരും. ആൻഡ് ആ 2 ഇൻറ്റു 250 നമുക്കത് 500 ആവും. പ്ലസ് നമുക്കിവിടെ 6 ഉണ്ട്, അത് അതേപോലെ തന്നെ എഴുതാം. ദെൻ 2 ഓഫ് 3 ഓഫ് 18 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 ഇൻറ്റു 18 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു 3 6 ആണ്. ആൻഡ് 6 ഇൻറ്റു 18 നമുക്കത് 108 എന്ന് വരും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ആൻസർ വരും. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 6 പ്ലസ് 8 എത്ര വരും? നമുക്ക് അത് 14 എന്ന് വരും. ഓപ്ഷൻ്റെ അവസാനം 14 ഉള്ളത് ഏതാണ്? ഓപ്ഷൻ സിയിലാണ്. സോ അതാണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ, ഒരു സ്റ്റെപ്പ് തികച്ചില്ല, നമുക്ക് ആൻസർ എടുക്കാൻ പറ്റി. സോ അങ്ങനെയാണെങ്കിൽ അവസാനം 14ഉം പിന്നെ 500 പ്ലസ് 100 600ഉം. സോ 614 ആണ് നമ്മുടെ ആൻസർ വരും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അഗെയിൻ ഇവിടെ 84ഉം 14ഉം ഉണ്ട്. 84നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ടൈംസ് പോകും. പിന്നെ ഒരു 0 കൂടി ഉണ്ട്. സോ 60 പ്ലസ് 6 9s നമുക്ക് 54 എന്ന് വരും. ദെൻ പ്ലസ് 11 മൈനസ് 3. സോ 11 മൈനസ് 3 നമുക്കത് ഡയറക്റ്റ്ലി എന്തെന്ന് എടുക്കാം? 8 എന്നങ്ങ് എടുക്കാം. സോ 8 പ്ലസ് സംതിങ് ഉണ്ട് ആൻഡ് നമുക്ക് അപ്പുറത്ത് ഒരു 187 ഉണ്ട്. അപ്പോൾ പ്ലസ് സംതിങ് ഈക്വൽ ടു 187. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ്റെ എല്ലാത്തിൻ്റെ അവസാനത്തെ ഡിജിറ്റിൽ വ്യത്യാസമുണ്ട്. സോ അത് വെച്ച് നമുക്ക് ആൻസർ എടുക്കാൻ ട്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 4 പ്ലസ് 8 നമുക്ക് വരുന്നത് എത്രയാണ്? 12 ആണ്.
അവസാനം 12 നിന്ന് ഒരു 7 മൈനസ് ചെയ്ത് അവസാനം എന്ത് വരണം? 12 നിന്ന് 7 മൈനസ് ചെയ്താൽ 5 വരും. സോ ഓപ്ഷന്റെ അവസാനം 5 തീരുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്തില്ലേ? നിങ്ങൾക്ക് അത് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ എക്സാമിൽ നമ്മൾ ഇങ്ങനെയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് 5 ക്വസ്റ്റിനെ 2 മിനിറ്റ് കൊണ്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു അപ്രോച്ചുകൾ ഓരോ സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ആൻഡ് ഇതേപോലത്തെ അപ്രോച്ചുകൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, വളരെ പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 5 ക്വസ്റ്റ്യൻ 2 മിനിറ്റ് കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ സിംപ്ലിഫിക്കേഷൻ ക്ലർക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം 15 ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ 15 ക്വസ്റ്റിനെ 6 മിനിറ്റിൻ്റെ അകത്ത് ചെയ്യണം. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സ്പീഡിൽ നമുക്ക് അതൊരു 5 മിനിറ്റിൻ്റെ അകത്ത് തന്നെ നിർത്താൻ പറ്റും 15 ക്വസ്റ്റിനെ. അങ്ങനെ നിർത്താൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സമയം സേവ് ആവും, നമുക്ക് നല്ല കോൺഫിഡൻസും കിട്ടും. എന്നാൽ നമ്മൾ ഓൾറെഡി 5 മിനിറ്റ് കൊണ്ട് തന്നെ 15 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്താൽ മതി? 20 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ സമയം കുറച്ചുകൂടി നമുക്ക് അവിടെ കിട്ടും പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാൻ വേണ്ടി. സോ നമുക്ക് ഇവിടുന്ന് ഇനി ഇത് പ്രോപ്പർലി സോൾവ് ചെയ്ത് ആൻസർ എടുത്തേക്കാം. സോ നമുക്ക് ഇവിടുന്ന് ഈ ഒരു 60യും ഇവിടുന്ന് ഒരു 50 കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 110 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഈ 60 അങ്ങ് മൈനസ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് 60 ഇവിടുന്ന് ഒരു 40 എടുത്താലും 100 ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ 100 അങ്ങ് ക്യാൻസൽ ആയി പോകും. സോ അങ്ങനെ നമുക്ക് 14 ആണ് വരുന്നത്. ഇനി ഈ ഒരു 14നെ നമ്മൾ അപ്പുറത്ത് പോയി 87ൽ നിന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വരും? ആ പറയുന്ന എച്ച് ഈക്വൽ നമുക്ക് 65 എന്ന് ആൻസർ വരും. നോക്കിയാൽ വളരെ പെട്ടെന്ന്. അപ്പോൾ നമ്മളത് എടുക്കാതെ തന്നെ നമ്മൾ ഓൾറെഡി ആൻസർ നേരത്തെ പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ കാണാൻ കുറച്ചുകൂടി ഒരു വലിയ ക്വസ്റ്റ്യൻ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്ര ലെങ്തി ആവുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സോ ആദ്യം തന്നെ പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്യാം. ഈ ഒരു ഇവിടുന്ന് ഒരു 0യും ഇവിടുന്ന് ഒരു 0 ക്യാൻസൽ ചെയ്താൽ 2 × 250 നമുക്ക് 500 എന്ന് വരും. നേരത്തെയും 500 വന്നായിരുന്നു. മൈനസ് ഇവിടെ നമുക്ക് ഈ പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്യാം, ഈ 2 0യും ക്യാൻസൽ ചെയ്യാം. ഈ നമ്പറിനെ ഡബിൾ ആക്കി നമുക്കിവിടെ 45 എന്ന് വരും. ആൻഡ് ഈ നമ്പറിനെ ഹാഫ് ആക്കി നമുക്കിവിടെ 6 എന്ന് വരും. അങ്ങനെ 45 × 6 എന്ന് പറഞ്ഞാൽ 90 × 3 270 എന്ന് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൈൻഡ് എടുക്കാൻ പറ്റണം. ഇനി ഇതും നമുക്ക് സോൾവ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിനെ ഡബിൾ ആക്കാം. ഇതിനെ ഡബിൾ ആക്കി നമുക്ക് 30% ആവും. ആൻഡ് ഇതിനെ നമുക്ക് ഹാഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് 570 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പെർസെൻറ്റേജും ക്യാൻസൽ ആവും, ഈ 2 0സും ക്യാൻസൽ ആവും. 3 × 57. അപ്പോൾ 3 × 57 എന്ന് പറയുമ്പോൾ നമുക്ക് അത് എത്ര വരും? 3 × 50 നമുക്കത് 150 എന്ന് വരും. അത് നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. ദെൻ 3 × 7 നമുക്കത് 21 എന്ന് വരും. അത് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. സോ -21 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് സംതിങ് അത് കണ്ടുപിടിക്കണം. സോ ഇനി ഒന്നും സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. എഗെയിൻ നമ്മൾ യൂണിറ്റ്സിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഒരു കാര്യം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ -1 ആണ്. അങ്ങനെയാണെങ്കിൽ 0ൽ നിന്ന് 1 കുറച്ചാൽ അല്ലെങ്കിൽ 10ൽ നിന്ന് 1 കുറച്ചാൽ അവസാനം എന്ത് വരണം? 9 വരണം. സോ ഓപ്ഷനിൽ 9 ഉള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. സോ ഈ 2 എണ്ണത്തിൽ ഏതോ ഒന്നാണ് ആൻസർ, 59 49. പക്ഷേ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ടായാണ് നമുക്ക് ഫർദർ സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 200ഉം ഇവിടുന്ന് ഒരു 100ഉം 300 ആയി. ആൻഡ് ഇവിടുന്ന് ഒരു 50 നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക, ഇവിടുന്ന് ഒരു 50 കൂടി ഇനി എടുക്കുകയാണെങ്കിൽ അത് 400 ആയി. അപ്പോൾ 300 + 400, ഇവിടെ ഒരു 20 ബാക്കിയുണ്ട്. ഈ 70ൽ നിന്ന് 50 എടുത്താൽ പിന്നെ ഒരു 20 ബാക്കിയുണ്ട്. സോ നമ്മൾ ഈ 400നെ ഇവിടുത്തെ 500 മൈനസ് ചെയ്താൽ പിന്നെ ബാക്കി നമുക്ക് എത്ര ഉള്ള ഒരു 100 ആണ് നമുക്ക് ബാക്കിയുള്ളത്. ഇനി 100 -20 ആൻഡ് നമുക്ക് ഇവിടെ ഒരു -21 കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ തന്നെ നമുക്ക് 60 വരും. അതിൽ നിന്ന് ഒന്നുകൂടി കുറച്ച് നമുക്ക് എത്ര വരും? 59 എന്ന് വരും. സോ ആൻസർ ഓപ്ഷൻ ബി 59 ആണ് ആൻസർ. കാണാൻ പറ്റും, നമുക്ക് ഒരു 1 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് അത് ആൻസർ പറയാൻ പറ്റും എന്താ വരാൻ പോകുന്നത്. ഓക്കെ, സോ 59 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അഗെയിൻ നമുക്കവിടെ 15 × ഇപ്പോൾ വളരെ വലിയ ആൻസേഴ്സ് ഒക്കെയാണ് തന്നേക്കുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 15 × 100 1500 എന്ന് വരും. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ശരി, കുഴപ്പമില്ല. മൈനസ് നമുക്കത് 10 × 800 നമുക്കത് 8000 എന്ന് വരും. സോ ആൻസർ ഉറപ്പായിട്ട് നെഗറ്റീവ് വരത്തുള്ളൂ, കണ്ടാൽ അറിയാം നമുക്ക്. അതിനുശേഷം ബിക്കോസ് ഇവിടെ ഒരു -8000 വന്നിട്ടുണ്ട്. പ്ലസ് 60ൽ നിന്ന് നമ്മൾ 6 ഡിവൈഡ് ചെയ്ത് നമുക്ക് ബാക്കി എത്രയേ വരത്തുള്ളൂ? 10 വരത്തുള്ളൂ. ഈക്വൽ ടു സംതിങ് ഇൻറ്റു 50 / 10 നമുക്ക് എത്ര വരും? 5 എന്ന് വരും. സോ നമുക്ക് ഇനി ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇത് മൈനസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8000ൽ നിന്ന് 1500 നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ 7000 6500 വരും. -6500 വരും. ഇനി നമുക്ക് അവിടെ ഒരു +10 കൂടി ഉണ്ട്. സോ +10 ഈക്വൽ ടു നമുക്ക് x + 5 ഉണ്ട്. ഇനി 5 വെച്ച് നമ്മൾ ഇതെല്ലാം ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റു ആണ്. സോ നമ്മൾ ഈ 5 വെച്ച് ഇതൊക്കെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. ആൻഡ് നമുക്ക് ഇത് നമ്മൾ 5 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 13 എന്ന് വരും. പിന്നെ 00 ആണെങ്കിൽ നമുക്ക് ആ ഒരു 1300ൽ നിന്ന് 2 കുറച്ചാൽ മതി. അതാണെങ്കിൽ -1298 എന്ന് വരണം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കാണാൻ പറ്റും, ഒരു 2 സ്റ്റെപ്പിൻ്റെ അകത്ത് നമുക്ക് അവിടെ ആൻസർ വരുന്നുണ്ട്. 3ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ക്വസ്റ്റൻ ആയിരുന്നു, വലിയ ആൻസർ ആയിരുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കുറച്ചുകൂടി ഒരു മേ ബി റഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്കൊന്ന് എടുത്തെഴുതിയേക്കാം. ഇത് 26/24 × 408 പ്ലസ് 25/48% തന്നിട്ടുണ്ട്. നമുക്ക് ആ പെർസെൻറ്റേജ് 2 0 ക്യാൻസൽ ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ ഇൻറ്റു നമുക്ക് ആ 432. അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത ആൻസർ വരും. അപ്പോൾ നമുക്ക് അഗെയിൻ വലിയ ഡിവിഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 24ഉം ഈ ഒരു 408 കൂടി ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 40ൻ്റെ അകത്ത് 24 ഒരു വട്ടം പോവും. അതിനുശേഷം റിമൈൻഡർ നമുക്ക് 16 വരും. 168 എന്ന് പറയുമ്പോൾ നമുക്കത് 7 ടൈംസ് പോകും. 168 7 ടൈംസ്. സോ അങ്ങനെ 26 ഇൻറ്റു 17 എന്ന് വരും നമുക്ക് അവിടെ നിന്ന്. ആൻഡ് ഇവിടുന്ന് 48ഉം 432 എന്ന് പറയുമ്പോൾ 480 നിന്ന് 480 നിന്ന് 48 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 432 വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 9 ടൈംസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 26 ഇൻറ്റു 17. ഇപ്പോൾ 26 ഇൻറ്റു 17 നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 26 ഇൻറ്റു 17 പെട്ടെന്ന് എടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ, നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ 26 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 260 എന്ന് വരും. പ്ലസ് നമുക്ക് ആ 26 ഇൻറ്റു 7 ചെയ്യണം. 26 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് 130 എന്ന് വരും. പ്ലസ് നമുക്ക് 26 ഇൻറ്റു 2 ചെയ്താൽ നമുക്കത് 52 എന്ന് വരും. നോക്കിയാൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് 25 ഇൻറ്റു 9. അപ്പോൾ 25 ഇൻറ്റു 8 നമുക്ക് 200 ആണ്. അപ്പോൾ ആ ഒരു 25 ഇൻറ്റു 8 200ഉം പിന്നെ ഒരു 25 കൂടി ചെയ്യുമ്പോൾ 225 എന്ന് വരും. സോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യണം നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ്റെ റേഞ്ച് 500, 400, 600, 600. സോ ആദ്യം റേഞ്ച് ഒന്ന് ഫിക്സ് ചെയ്യാം. റേഞ്ച് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ 200, 300, 400, 500 പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി എടുത്ത് എന്തായാലും 600 റേഞ്ചിൽ പോകും. സോ ആദ്യത്തെ 3 എണ്ണവും നമ്മുടെ ആൻസർ അല്ല. ഇനി 47, 67. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ 2 ഡിജിറ്റ് ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് 500 എന്തായാലും കിട്ടി. അത് കൂടാതെ നമുക്ക് ഇത് 100ൻ്റെ പുറത്ത് പോകുന്ന അറിയാം. ഇവിടെ 60 പ്ലസ് 30 90 അവിടെ തന്നെ വരുന്നുണ്ട്. 90യും ദെൻ നമുക്ക് ഇവിടുന്ന് ഒരു 50 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 90 പ്ലസ് 50 140, 150 പ്ലസ് 90 പ്ലസ് 50 140, 140 പ്ലസ് 20 നമുക്ക് 160 വരുന്നുണ്ട്. അപ്പോൾ 160 ആൻഡ് ഇവിടുന്ന് ഒരു 2ഉം ഇവിടുന്ന് ഒരു 5 കൂടി എടുക്കുമ്പോൾ 167 വരുന്നുണ്ട്. സോ ഓപ്ഷനിലേക്ക് വരുമ്പം നമുക്ക് ആ 67ൽ തീരുന്നതാണ് നമ്മുടെ ആൻസർ. ഇത് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 667 വരും. നോക്കിയാൽ അപ്പോൾ കുറച്ചൊരു വലിയ ഡിവിഷൻ ആയിരുന്നു. നമുക്ക് അഗൈൻ ഒരു 2 സ്റ്റെപ്പ് ആൻഡ് നമ്മുടെ ആൻസർ കിട്ടുന്നുണ്ട് നമുക്ക്. ആൻഡ് നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ 5 ഇൻറ്റു 25ൻ്റെ റൂട്ട് 5 പ്ലസ് 300 മൈനസ് 100 200. അങ്ങനെയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് 5 ഇൻറ്റു 5 25, 25 പ്ലസ് 200 225 എന്ന് വരുന്നുണ്ട്. 225 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയർ ആണ്? നമ്മുടെ 15ൻ്റെ സ്ക്വയർ ആണ്. സോ ആൻസർ എന്ത് വരും? നമ്മുടെ 15 എന്ന് വരും. ഓപ്ഷൻ സി. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഇതിന് മുമ്പ് നമ്മൾ ഓൾറെഡി 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ ആ ഒരു അപ്രോച്ചുകൾ നോക്കി പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് ചെയ്യുന്നത് കണ്ട് പഠിക്കുമ്പോൾ ആൻഡ് ആ പ്രാക്ടീസ് നമ്മൾ ആ എന്താ പറയുക ആ അപ്രോച്ചുകൾ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു സിംപ്ലിഫിക്കേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നത്. സോ ഈ ഒരു സെഷൻ മുമ്പുള്ള സെഷൻ കാണാത്തവർ ഡെഫിനറ്റ്ലി ആ സെഷൻ കാണാം. ബിക്കോസ് ആ സെഷനിൽ കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ അതിന് ശേഷമുള്ള ബാക്കി ക്വസ്റ്റൻസ് ആണ് ചെയ്തത്. ആദ്യമേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് കവർ ചെയ്തത്. അപ്പോൾ അത് കാണുക. അത് കൂടാതെ തന്നെ ഇനി വരാൻ പോകുന്ന സെഷൻസും സിംപ്ലിഫിക്കേഷൻ്റെ ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ക്വസ്റ്റൻസും നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രാക്ടീസ് ചെയ്യുക. ഇനി വരുന്ന സെഷൻസ് ആദ്യം വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കറക്റ്റായിട്ട് തന്നെ. ആൻഡ് ഈ ഒരു എന്താ പറയുക കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കാൽക്കുലേഷനിൽ പോലും നമ്മൾ സൈഡിൽ റഫ് വർക്കിന് വേണ്ടി പോയില്ല. നിങ്ങളത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. നമ്മൾ ഇത്രയും സിംപ്ലിഫിക്കേഷൻ ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റിൽ പോലും റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി പോയില്ല. ഒരു സെക്കൻഡറി റഫ് വർക്ക് സൈഡിൽ പോയിട്ട് നമ്മൾ എവിടെയാണോ സോൾവ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ തന്നെ സോൾവ് ചെയ്തു. 2 ലൈനിലും 3 ലൈനിലും നമ്മൾ അതിനെ തീർക്കുകയും ചെയ്തു. മിക്കവാറും ക്വസ്റ്റിനൊക്കെ തന്നെ നമ്മൾ ഒരു ലൈനിൽ തീർത്തു. പിന്നെ ബാക്കിയുള്ള 2 ലൈനിലും വളരെ റെയർ കേസിൽ കുറച്ചുകൂടി വലിയ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്ന ഈ സെഷനിൽ നമ്മളത് 3 ലൈനിൽ തീർത്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോയത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് ആയിരിക്കണം എക്സാമിൽ നമ്മൾ ബാങ്ക് എക്സാംസിൽ യൂസ് ചെയ്യേണ്ടത്. ബിക്കോസ് ബാങ്ക് എക്സാംസ് മാത്രമല്ല ഈവൻ ഏത് എക്സാംസ് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സാമിൽ പറയുന്ന സമയത്തിനുള്ളിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. സോ ബാങ്ക് ആയാലും ശരി, നിങ്ങൾ SSC റെയിൽവേ ഏത് എക്സാംസ് ഫോളോ ചെയ്യുകയാണെങ്കിലും ഈ ഒരു കാൽക്കുലേഷൻ ട്രിക്സും ഈ ഒരു കാൽക്കുലേഷൻ മെത്തേഡ്സും അപ്രോച്ച് ഒക്കെ തന്നെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക. നമുക്ക് സിംപ്ലിഫിക്കേഷനെ മാത്രമല്ല എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇതേപോലത്തെ കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ ചെയ്യാനുണ്ട്. എസ്പെഷ്യലി പെർസെൻറ്റേജ് നമ്മൾ ഒരുപാട് ക്വസ്റ്റനിൽ കണ്ടു. ഈ പെർസെൻറ്റേജ് നമുക്ക് ഒരുപാട് ക്വസ്റ്റനിൽ പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. സോ ആ ഒരു മെത്തേഡ്സ് ഒക്കെ തന്നെ കണ്ടു പഠിക്കുക. അത് കൂടുതൽ യൂസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ മാക്സിമം സൈഡിൽ പോയിട്ടുള്ള റഫ് വർക്കുകൾ കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ അതുവഴിയാണ് നമുക്ക് സമയം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ. വരുന്ന എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വർഷത്തെ എക്സാംസ് ആയാലും ശരി, ഈ വരാൻ പോകുന്ന എക്സാംസ് ആയാലും ശരി. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ ഡെഫിനറ്റ്ലി വീഡിയോസ് കാണുക. ചാനൽ ഫോളോ ചെയ്യുക. ആൻഡ് എക്സാമിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വരുന്ന സെഷൻസ് നമുക്ക് കൂടുതൽ ഇതിൻ്റെ റിമൈനിങ് ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.